നമസ്കാരം. ഭർത്താവിന്റെ സുഹൃത്തായ വയനാട്ടിലെ ഡിവൈഎഫ്ഐ നേതാവ് വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നും വിവരം പുറത്തു പറഞ്ഞാൽ തന്നെയും മക്കളെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ പരാതി. പിണങ്ങോട് സ്വദേശിയായ പി ജംഷീദ് എന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് പരാതി. CPM കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ജംഷീദ്. ഭർത്താവിന്റെ സുഹൃത്തായ ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ യുവതി പറയുന്നത്. ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. സ്ത്രീയുടെ പരാതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടെ ദേഹത്ത് സ്പർശിച്ചു എന്ന വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത്. ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിനും പരാതി നൽകിയിട്ടുണ്ട്. 13 വർഷം മുമ്പ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചത് മറച്ചുവെച്ചാണ് ഭർത്താവ് തന്നെ വിവാഹം ചെയ്തത്. ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. തനിക്ക് കുട്ടിയുണ്ടായ ശേഷമാണ് നേരത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നുവെന്ന വിവരം അറിയുന്നത്. പിന്നീട് ആദ്യ ഭാര്യയെ ഒഴിവാക്കുന്നതിന് തന്റെ സ്വർണം വിറ്റ് 2.5 ലക്ഷം രൂപ നൽകി. അതിന് പകരമായി 3.5 സെന്റ് സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റി. ഇത് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജംഷീദും ഭർത്താവും നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. കൂടാതെ ഭർത്താവും ഭർത്തൃപിതാവും മാതാവും ചേർന്ന് പീഡിപ്പിക്കുന്നതായും യുവതി ആരോപിച്ചു. 25 പവൻ നൽകിയാണ് തന്നെ വിവാഹം ചെയ്തത്. മദ്യപാനിയായ ഭർത്താവ് സ്വർണ്ണമെല്ലാം വിറ്റ് തീർത്തു. പിന്നീട് 101 പവനും കാറും വേണമെന്നാവശ്യപ്പെട്ട് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ മാതാവും പിതാവും ഇതിന് കൂട്ടുനിന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും കൂട്ടം ചേർന്ന് തന്നെ മർദ്ദിച്ചതോടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലേക്ക് പോയി. അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും നിരന്തര പീഡനവുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റികൾ പലതവണ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിരുന്നെങ്കിലും വീണ്ടും പീഡനം തുടരുകയായിരുന്നുവെന്നും വീട്ടമ്മ പറഞ്ഞു. അതേസമയം FIR രജിസ്റ്റർ ചെയ്തിട്ടും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് കൽപ്പറ്റ ടൗണിൽ റോഡ് ഉപരോധിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വീട്ടമ്മയുടെ ഭർത്താവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജംഷീദ് എന്നയാൾ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം വീട്ടിൽ പോലും വന്നിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഭാര്യയുടെ ബന്ധുക്കളെത്തി തന്നെയും മാതാപിതാക്കളെയും മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഭാര്യ നടത്തുന്നത്. ജംഷീദിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനാണ് ശ്രമം. SDPI ആണ് ഇതിന് പിന്നിലെന്നും ഭർത്താവ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ യുവാവിന്റെ പിതാവും മാതാവും പങ്കെടുത്തു.